ആളില്ല. ഇതായത് അല്ല വന്നറിഞ്ഞ പക്ഷെ ഇരിക്കാതെ ഇങ്ങനത്തെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് പെട്ടെന്ന് നമുക്ക് സുഖമില്ലാത്ത ഞാനിതിന് വന്നു നിൽക്കറിയില്ലേ. അത് പെട്ടെന്നായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ആക്കിയില്ലേ? ഇത് എങ്ങനെ ഉണ്ടായത്? അതും ദൈവത്തിന്റെ സഹായം കൊണ്ട് ആയിപ്പോയി. നിങ്ങൾ അന്ന് ആ സമയത്ത് പറഞ്ഞത് ഭയങ്കര വെയിറ്റാണ്. അത് ഞാൻ രാവിലെ എടുത്ത് വെച്ചത്. ഭയങ്കര വെയിറ്റ് അല്ല. അതായത് രാവിലെ ഷൂ എടുക്കാൻ വേണ്ടിട്ട് വെച്ചാണ്. ഇല്ല പറ എന്ത് വിശേഷം? പോകുന്നു. ചായ കുടിക്കണം. എന്നും വേണ്ട ചായ 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 ആയിക്കോട്ടെ. കുടിച്ചില്ല. ചായ കുടിച്ചില്ല. ചായ പൊടിച്ചതല്ലേ മറ്റത് കേട്ടാ. അത് ഞാനല്ലേ പെട്ടെന്ന് വന്നതല്ലേ, നമുക്ക് സുഖമില്ലാതെ അങ്ങനെ പെട്ടെന്ന് വന്നതല്ലേ. അപ്പൊ ലഗേജ് കുറെ ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ പോയിട്ട് വാങ്ങണത്ര സാധനം ഒന്നും കൊണ്ടുവന്നൊന്നുമില്ല. എന്നാലും നമുക്ക് ശരിയാക്കാം. ഞാൻ 2 ദിവസം പോകും. നമുക്ക് നോക്കാം. പെട്ടെന്ന് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ലഗേജ് ഒന്നാമത് കൂടുതലായി പോയി. ഇത് പെട്ടെന്ന് വിളിച്ചാലേ അങ്ങനെ ഞാൻ വരാം, പോയിട്ട് വരുന്നു. എനിക്ക് ചായ കുടിച്ചിട്ട് പോവാ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കുറച്ച് ദിവസം ഉണ്ടാവില്ലേ? ഞാനുണ്ട്, 1 മാസം ഉണ്ടായി. അമ്മയെ വിളിക്കണ്ട, അമ്മയെ വിളിക്കണ്ടേ? വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാ. അത്ര അർജന്റായി പോയതല്ലേ. ഞാൻ കുറച്ച് പറയുമ്പോ തെറ്റല്ലേ. നമ്മളെ രാജ്യത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെടുന്നല്ലേ. ഓനും ഉണ്ടാവില്ല വിഷമങ്ങള് അല്ലേ? അല്ല ഞാൻ അങ്ങനെ വന്ന പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട. എന്നാലും നമ്മൾ ചെയ്ത് തെറ്റാണ് അല്ലേ? ഓനെത്ര വിഷമം ഉണ്ടാവും? ഞങ്ങൾ തോന്നിപ്പോയാ ഉണ്ടായിരിക്ക എന്നാ തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അല്ല ഓൻ വരുവോ അങ്ങോട്ട്? കാണുവോ? വിളിച്ചു നോക്കി. ഞാൻ വിളിക്കണം. നമ്പർ എടുക്കുന്നില്ലടാ, എടുക്കുന്നില്ല. പോയാ വിളിച്ചു. ഹലോ പ്രിയേഷ്, എടാ നീ ഇങ്ങോട്ട് നമ്മളെ വീട് എടുത്ത് വന്നങ്ങോട്ട്. വരുവേ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നോക്കാം. കാണുമ്പോൾ സന്തോഷമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ട്. ചായ നമുക്ക് കാണാൻ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്റെ ഒരു സന്തോഷമല്ലേ. വേണ്ടാന്ന് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ കാണാൻ വരുന്നില്ല. ആ സന്തോഷം എനിക്കില്ല. ഞാൻ വരാം. തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മ ഇതല്ലടാ. ഓക്കെ നല്ലല്ലേ. പിന്നെ പട്ടാളക്കാരൻ നീ ഇപ്പൊ നേരെ ചോടിച്ചുള്ളി പോയില്ലേ? പട്ടാളക്കാരൻ പറഞ്ഞാൽ നമ്മളെ രാജ്യത്തിന് നമ്മളെയും കാത്തിക്കുന്ന ഒരു പട്ടാളക്കാരൻ. നമ്മൾ ഒരിക്കലും നമ്മളവരെ സ്നേഹിക്കണം. അവരാണ് നമ്മളെ സ്വത്ത്. പട്ടാളം